അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, എല്ലാവരും ഒരു വീട് ഉണ്ടായിത്തീരുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമാണ്, ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു വിഷയമാണ് കുടുംബജീവിതം എങ്ങനെ സന്തോഷകരമാക്കാം എന്നുള്ളത്. വാസ്തവത്തിൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസം ഇന്ന് നമുക്കൊന്നും വേണ്ടത്ര കിട്ടുന്നില്ല. എപ്പോഴെങ്കിലും എവിടുന്നെങ്കിലും എന്തെങ്കിലും ക്ലാസ് കിട്ടിയെങ്കിലായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീട്ടിലുള്ള ഭാര്യാഭർത്തൃ ബന്ധങ്ങളും കുടുംബങ്ങളിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും. അത് നിലനിർത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാസ്തവത്തിൽ പഠിക്കാനുണ്ട്. പക്ഷേ നമുക്കൊക്കെ ഇല്ല ഒരു ന്യൂനത. ഈ വിഷയമൊക്കെ പലതും നമുക്ക് എന്തെങ്കിലും കുറച്ചൊക്കെ നമുക്ക് അറിയുള്ളൂ. പക്ഷേ ഇതിനെപ്പറ്റി നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ്. ഇതുപോലെ തന്നെയാണ് വീടുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഹൗസ് കീപ്പിംഗ്. ഒരു വീട് നല്ല നിലയ്ക്ക് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പഠിക്കേണ്ടതുണ്ട്. ഫാമിലി ബഡ്ജറ്റിംഗ് നമ്മൾ ശരിക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഭക്ഷണശാസ്ത്രം, ഇതുപോലെ തന്നെ ആരോഗ്യശാസ്ത്രം, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് കിട്ടാതെ പോകുന്ന കുറേ വിദ്യാഭ്യാസങ്ങളിൽ പെട്ടതാണ് ഇതെല്ലാം. ഭക്ഷണ വിദ്യാഭ്യാസം എന്നൊക്കെ. ഇന്നിപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചെടുത്തപ്പോൾ ഞാൻ ഭക്ഷണത്തിൽ വിദ്യാഭ്യാസം പറയുന്നത് വലിയ ഗുണമുണ്ടാവില്ലെന്ന് എനിക്കറിയാം. കാരണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിക നിയമം പാലിക്കാറില്ല, ശാസ്ത്രീയ നിയമം പാലിക്കാറില്ല. പക്ഷെ ഇപ്പോൾ അത് പറഞ്ഞാൽ ആളുകൾക്ക് അത്ര തൃപ്തിയുള്ള കാര്യമാവില്ല. കാരണം നമ്മൾ ഈ ഭക്ഷണത്തിൽ ആണ് ആളുകൾ പ്രധാനമായി ഒന്ന് സുഖം കണ്ടെത്തുന്ന ഒരു മേഖല. പക്ഷെ അവിടെയാണ് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിത്തീരുന്നത്. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ഭക്ഷണശൈലി രോഗങ്ങളാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കണ്ടു, അതൊക്കെ നിൽക്കട്ടെ, ബാക്കിയെല്ലാം നമ്മൾ നിർത്തിവെക്കാം. ഇപ്പം ഈ കേൾക്കുന്നവരോട് ഞാനൊരു കാര്യം ചോദിക്കാം. ഈ വയറിനെ മൂന്നിൽ നിന്ന് കാലിയാക്കുക എന്ന സിദ്ധാന്തം അത് എത്ര ആള് പാലിച്ചിട്ടുണ്ടാവും? ഞാൻ വെറുതെ ഒരു ഇതാണ്, പലപ്പോഴും പ്രയാസമാണ്. അബൂ ഫൈസ് അടിച്ചതാണ്. നീ ഒരാളുണ്ട്, പ്രയാസമൊന്നുമല്ലത്. ഇതാണ് നമ്മളെ രീതി. പലപ്പോഴും എനിക്ക് പ്രയാസമാണ് അടിക്കും. നാട്ടുകാരത് അടിക്കണ്ട. നമ്മളെ അഭിപ്രായം പറയുമ്പോൾ രണ്ട് രീതിയിലാണ് പറയും. ഒന്ന് നാട്ടുകാരെ പറ്റിയുള്ള അഭിപ്രായം പറയും, ഒന്ന് സ്വന്തം അഭിപ്രായം. എനിക്ക് പ്രയാസമാണ് എന്ന് പറയാം, എല്ലാവർക്കും പ്രയാസമാണെന്ന് പറയാനില്ല. ഭക്ഷണം അനുസരിച്ചായിരിക്കും. രുചിയുള്ള ഭക്ഷണമാണോ സ്വാഭാവികമായിട്ടും നമ്മൾ അമിതമായി ഭക്ഷിക്കും. രുചിയുള്ള ഭക്ഷണമാണ് എങ്കിൽ നമ്മൾ ധാരാളമായി ഭക്ഷിക്കും. രുചി കൂട്ടാൻ വേണ്ടി 3 കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ആകർഷിക്കുന്നത്. രുചി, മണം, നിറം. രുചി, മണം, നിറം. പോഷകബോധമല്ല പലപ്പോഴും നമ്മളെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. കാരണം ഭക്ഷണം ഒരു സുഖമാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം സുഖമാണ്. ട്രൈ ചെയ്താൽ സാധിക്കുമായിരിക്കും കൊണ്ട് ഉറപ്പില്ല. എന്നാലൊരു കാര്യം ചെയ്യും, നിങ്ങളോടൊക്കെ ആ ഒരു കാര്യം പറയുന്നു. ഞാൻ വയറിൻ്റെ മൂന്നിൽ നിന്ന് കാലിയാക്കും. നിങ്ങൾ ആദ്യം തീരുമാനിക്കും. ഇപ്പോൾ എത്ര ആൾ തീരുമാനിക്കാമെന്ന് കേൾക്കട്ടെ. എത്ര ആൾ തീരുമാനിക്കാൻ റെഡിയുണ്ട്? ബാക്കി അവിടെ കേട്ടെ. എനിക്കാവില്ല. പക്ഷേ 165 ആളുണ്ട്. കുറച്ച് ഉറങ്ങുന്നവരുണ്ടാവും. ഞാൻ കേട്ടില്ല, എനിക്കാവില്ല. ഒന്നുകൂടി പറയാം. ഐ ട്രൈ എന്ന് പറഞ്ഞാൽ നടക്കൂലെന്നർത്ഥം. ഫോർ മീ ഇമ്പോസിബിൾ. എന്നാൽ ഖൽബിൻ്റെ ചികിത്സയായിട്ട് ഒന്ന് പറഞ്ഞിരിക്കുന്നത് അൽബത്തുൽ ഖലാ, ഒഴിഞ്ഞ വയറ് എന്നാണ്.
ഒഴിഞ്ഞ വയറ് എന്നാണ്. നടക്കുന്ന ഞാൻ പറയുന്നത്. ആര് വഴി നടക്കില്ല? ഞാനൊന്ന് ഒരു കല്യാണത്തിന് പോയി. സാധാരണ കഴിക്കുന്നതിൻ്റെ പകുതി ഞാൻ കഴിച്ചിട്ടുള്ളൂ. വളരെ ബോധപൂർവ്വം കഴിച്ചത്. പക്ഷേ അതിലുള്ള പ്രശ്നം എവിടെ വരിക വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് വിശക്കാൻ പോകും എന്നതാണ്. അപ്പം ഭക്ഷക്കുമ്പോൾ വേറെ ഭക്ഷണം പിന്നെ കഴിക്കാം, അത്രേ ഉള്ളൂ. ഏതായാലും പിന്നെ അൽ ബത്നു ഉമ്മുൽ അംറാദ് മനസ്സിലാക്കി വെക്കേണ്ട. അപ്പോൾ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ആ പ്രസ്താവന അത്ര ശരിയല്ല. വ്യക്തിത്വ വികസനത്തിൽ സാധാരണ പറയുന്ന ഒരു വാചകമാണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ചില കാര്യങ്ങളൊക്കെ ഇമ്പോസിബിൾ ആണ്, അസാധ്യമാണ്. അത് ഒരു വളരെ തെറ്റായ റോങ് ജനറലൈസേഷനാണ്, ഒരു തെറ്റായ പൊതുവൽക്കരണം. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കുറക്കാം. ചീത്ത അറിഞ്ഞിട്ട് ഇവിടുന്ന് അറിഞ്ഞിട്ട് മറുപടി ശരിയാണ് പറയുന്നത്. ഓക്കെ. മഞ്ചദ്ദ വജദ. യെസ്, അതിന് ജദ് നടത്തണ്ടേ, അവിടെയാണ് പ്രശ്നം. ഞാനൊരു ഹദീസ് പറയാം. അൽ ബത്നു ഉമ്മുൽ അംറാദ്. ആർക്കെങ്കിലും അടിക്കാൻ കഴിയും? അറിവുള്ളവരാരെങ്കിലും ഉണ്ടോ? അൽ ബത്നു ഉമ്മുൽ അംറാദ്. ഇസ്ലാമിലെ ആരോഗ്യ സിദ്ധാന്തങ്ങൾ മുസ്ലിങ്ങൾ തീരെ നടപ്പിലാക്കാത്ത ഒന്നാണ് ഇസ്ലാമിലെ ആരോഗ്യ സിദ്ധാന്തങ്ങൾ. ഇസ്ലാമിലെ ആരോഗ്യ സിദ്ധാന്തങ്ങൾ നമ്മൾ ആ രീതിയിൽ പഠിക്കുന്നില്ല. പഠിച്ചാൽ തന്നെ പലപ്പോഴും ശീലമാവാത്തത് കൊണ്ട് അൽ ബത്നു ഉമ്മുൽ അംറാദ്. ഓക്കെ, സത്യം. ഇതൊരു ഹദീസാണ്. അൽ ബത്നു ഉമ്മുൽ അംറാദ്. വയറാണ് എല്ലാ രോഗങ്ങളുടെയും മാതാവ്. അതൊന്ന് അമിതമായ ഭക്ഷണം തന്നെയാണ്. അത് കുറക്കാൻ മനുഷ്യൻ തീരുമാനിച്ചാൽ തന്നെ ഓക്കെ നമ്മൾ എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ആദ്യം അത് തീരുമാനിക്കണം. നമ്മൾ തീരുമാനിക്കാത്തത് കൊണ്ടാണ് ചില കാര്യം നടക്കാത്തത്. ആ തത്വം ആദ്യം മനസ്സിലാക്കുക. ഒരു ഗോൾ സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ വയറിൽ ഇട്ടിട്ട് നിനക്ക് തന്നെയല്ലേ സംഭവിക്കുന്നത്. വയറിൽ കേട്ട മനുഷ്യൻ നന്നാകണമെങ്കിൽ എന്ത് ചെയ്യണം? കേട്ടത് എന്തെങ്കിലും നടപ്പിലാക്കാൻ തീരുമാനിക്കണം. റാഹത്തുൽ ജിസ്മി ഫി ഖില്ലത്തി തആം. ശരീരത്തിന്റെ സുഖം ഭക്ഷണം കുറയുന്നതാലാണ്. അടിച്ചല്ലോ. യെസ്, മനുഷ്യൻ നിറച്ചിട്ടുള്ളതിൽ ഏറ്റവും മോശമായി നിറച്ചത് വയറാണ്. പരാജയത്തുണ്ടല്ലോ, കുലു വശ്റബു വലാ തുസ്രിഫു. പക്ഷെ ഇതിലേക്കൊന്നും നമ്മൾ മുസ്ലിങ്ങൾ വരേണ്ടത് തന്നെയുണ്ട്. നമ്മൾ അമിതമായി ഭക്ഷിക്കുമ്പോൾ ഒന്ന് മറ്റുള്ളവർക്കുള്ള ഭക്ഷണം കൂടിയാണ് നമ്മൾ വസ്തുവിൽ അകത്താക്കുന്നത്. ഒന്ന് പാവപ്പെട്ടവന്റെയും പട്ടിണിക്കാരന്റെയും വേദന അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് ഇത് ചെയ്യണം. തിയറിന്റെ കുറവല്ലുള്ളത്. 100% കറക്റ്റ്. സത്യം അടിച്ചില്ലേ? തിയറിന്റെ കുറവല്ലുള്ളത് നടപ്പില്ല. അതിന് ഞാൻ പറഞ്ഞില്ലേ, തിയറി മതിയാവില്ല, കേട്ടാൽ മതിയാവില്ല. 6 രീതിയിൽ പഠിക്കണം എന്ന് പലപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയാനുള്ള ഒരു വിഷയമാണ്. കണ്ടു പഠിക്കാം, കേട്ടു പഠിക്കാം, എഴുതി പഠിക്കാം, വായിച്ചു പഠിക്കാം, ചെയ്തു പഠിക്കാം. ചിലപ്പോൾ ആരുടെങ്കിലും നേതൃത്വത്തിൽ നമുക്ക് പരിശീലനവും ആവശ്യമായി വരും. ഇപ്പം നിങ്ങൾ നോക്കൂ, ചില കാര്യങ്ങളൊക്കെ പഠിക്കാം. ഉദാഹരണത്തിന് ഡോക്ടറായെന്ന് വെച്ചോളൂ. MBBS പാസ്സായതിനെ ഒറ്റക്കാൾ വീട്ടിൽ കുത്തുന്ന ഒറ്റ കുട്ടിയാളത്തേക്ക് വരില്ല. വധവാവ് കൽബിൻ ഖംസത്തുൻ തിലാവത്തും വലിൽ ബത്നി അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് പറഞ്ഞത് വലിൽ ബത്നിൽ ഖല, ഒഴിഞ്ഞ വയറ്. അപ്പൊ കൽബിന് ചികിത്സിക്കണോ വേണ്ടേ? അത് തീരുമാനം എടുക്കാൻ തയ്യാറാവും. ആദ്യം തീരുമാനം എടുക്കാൻ ചിലപ്പോൾ തീരുമാനം എഴുതി തന്നെ വേണ്ടി വരും.
വയറിൻ്റെ 1/3 കാലിയാക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പെന്നും കടലാസും എടുത്ത് എഴുതുക. എന്നും രാവിലെ എഴുതുക. തസൗഫിൻ്റെ ആദ്യ മാർഗം തന്നെ അതുള്ളത്. എന്നും എഴുതുക. എന്നിട്ടൊന്നും അത് എടുത്തു നോക്കുക. എന്നിട്ട് കുറച്ച് ഭക്ഷണം കുറച്ച് കൊണ്ടുവരാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം, കേരളത്തിൽ നമ്മൾ നിൽക്കുന്ന ഭക്ഷണം അരിഭക്ഷണം ഓവറാവുന്നതുകൊണ്ടാണ് പ്രമേയം കൂടുന്നത്. നമുക്ക് അരിഭക്ഷണം വളരെ കൂടുതലാണ്, അതിൽ മധുരമുണ്ട്. കേരളത്തിൽ പ്രമേയം കൂടാനുള്ള ഏറ്റവും വലിയ കാരണം അരിഭക്ഷണം ഓവറാവുന്നതാണ്. കഞ്ഞി, ചോറ്, പുട്ട്, പോട്ടട, പത്തിരി, സംഗതി ഒക്കെ ഒന്നും തന്നെയാണ്. അതാണ് വെച്ചാൽ ഒരാൾക്ക് ഇപ്പോൾ സത്യത്തിന് ഇപ്പോൾ ആകെയുള്ള പ്രശ്നം 3 അറിയും എന്നുള്ളതാണ്. അതുകൊണ്ടപ്പം വിഷയം. ഇനിയും ഭക്ഷണം വേണം എന്ന തോന്നലോടുകൂടി നിർത്തുക. അല്ലാതെ ഇപ്പം നിങ്ങൾ കൃത്യം തൂക്കാനൊന്നും കഴിയില്ലപ്പോൾ. പിന്നെ അതിനുള്ളൊരു മാർഗം, ഭക്ഷണം വലിയ തളിക എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് കുറച്ച് ഒരു വട്ടം മാത്രം എടുക്കാൻ തീരുമാനിക്കും. ഒരു വട്ടം കുറച്ചെടുക്കാൻ തീരുമാനിക്കുക. അത് 3 വട്ടം 4 വട്ടം 5 വട്ടം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീം വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട് വരും. ഞാൻ ആരോടാ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൊണ്ടുവരുത്താതെ എവിടെയെങ്കിലും പരിപാടിക്ക് ചെന്നാൽ ഭക്ഷണം ഉള്ളതൊക്കെ അവിടെ കൊണ്ടുവരുന്ന അറിയാം. എന്നിട്ട് അതിന് ഇഷ്ടമുള്ളത് കുറച്ചെടുത്ത് തിന്നതാണ്. അല്ലെങ്കിൽ ഇത് ആദ്യം പള്ളർച്ച് തിന്നും, അതിൻ്റെ ശേഷമായിരിക്കും പിന്നെ കാപ്പി, ചുക്കാപ്പി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സ് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീം വരും. വേറെങ്ങനെ അറിയിക്കും. അതോടൊപ്പം തന്നെ നമ്മളെ ഭക്ഷണത്തിൽ പഴവും പച്ചക്കറിയും ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കുറച്ച് നേരിയ വിശപ്പ് ഒരു സുഖമാണ്. അത് പഠിക്കണം. നേരിയ വിശപ്പ് ഒരു സുഖമാണ്. അത് നടക്കാത്ത കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഒരു മനസ്സിന്റെ കണ്ടീഷനിങ് ആണ്. മനസ്സിന്റെ കണ്ടീഷനിങ്. എനിക്കറിയാം, മാവൂർ ഗോളിയർ ഹൗസിൽ തൊഴിലാളികളെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മോയിൻബാപ്പു ഗുരുവാസു 40 ദിവസം പട്ടിണി നടന്നു. എങ്ങനെ നടന്നു? തൊഴിലാളികളെ പ്രശ്നം പരിഹരിച്ചില്ല, അവർക്ക് പട്ടിണി ബാക്കിയാവുകയും ചെയ്തു. യെസ്, എങ്ങനെ അവർക്ക് കഴിഞ്ഞു? രാഷ്ട്രീയക്കാർ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നുണ്ടല്ലോ. അതെങ്ങനെ നടക്കുന്നത്? ആലോചിക്കേണ്ട വിഷയമാണ്. വേറെ നമ്മുടെ ഇക്കാലത്ത് തന്നെ നമ്മുടെ ചില പണ്ഡിതന്മാരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഭക്ഷണം കഴിച്ചുകൊണ്ട് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. എനിക്ക് നടക്കൂല എന്ന് എനിക്ക് കഴിയില്ല എന്ന് നമ്മളെ മനസ്സിനോട് പറയുകയും കഴിയില്ല എന്ന് നിങ്ങൾ പറയുന്നതോടുകൂടി മനസ്സ് കഴിയില്ല എന്ന് നമ്മളെ ധരിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് നമുക്ക് പ്രശ്നം. പിന്നെ പഴവും പച്ചക്കറിയും വിശ്വസിക്കാൻ പറ്റുമോ? ഉടനെ തന്നെ അങ്ങോട്ടഞ്ഞു വരിക. പഴങ്ങളിൽ വിശ്വസിക്കാൻ പറ്റും. നമ്മൾ നാടൻ പഴങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പഴങ്ങളിൽ കുറച്ചൊക്കെ വിശ്വസിക്കാവുന്നതാണ്. ഇപ്പോൾ കിട്ടുന്ന കെമിക്കൽ വെക്കാതെ പോപ്പിച്ച നാരങ്ങ, ഇപ്പം കിട്ടുന്ന നാരങ്ങ, കേരളത്തിൽ കിട്ടുന്ന നാരങ്ങ മൊത്തത്തിൽ വലിയ അപകടമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പച്ചക്കറി തന്നെ ഇപ്പം ഓർഗാനിക് വെജിറ്റബിൾ എന്ന് പറഞ്ഞുകൊണ്ട് കെമിക്കൽ ചേർക്കാത്ത പച്ചക്കറി അപൂർവമായി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പല സ്ഥലങ്ങൾക്കും അതിൻ്റെ കൂട്ടായ്മകളുണ്ട്. അങ്ങനെയൊക്കെ ആകാവുന്നതാണ്. കിട്ടുന്നത്ര ഇത്തക്കുള്ള മസാല എന്ന് പറഞ്ഞാൽ മതി. കഴിയുന്നത്ര നോക്കുക, അത്രേ കഴിയുള്ളൂ. പിന്നെ എല്ലാ പഴത്തിലും വിഷമെന്ന് പറയാൻ നിൽക്കണ്ട. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് എ റോങ് ജനറലൈസേഷൻ. നമ്മൾ അടക്കി പറച്ചിലാണ് നമ്മുടെ സാധാരണ രീതി. NLP സൈക്കോളജി ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ അടക്കി പറഞ്ഞാൽ, അങ്ങനെ 4-5 ഉദാഹരണം പറയും. മൂല്യവരൊക്കെ മടിയന്മാരാണ്. ചിലപ്പോൾ മാനേജ്മെന്റ് പറയുന്നൊരു വാചകം അതിൽ ഫോളോ മടി ഉണ്ടാക്കണം. അല്ലെ മലപ്പുറത്ത് എല്ലാവരും കഴിയാൻ. ഇതൊക്കെ റോങ് ജനറലൈസേഷനാണ്. ഇതിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് ആൾ വരാറുണ്ട്. എന്നിട്ട് കുട്ടീനെ പറ്റി എങ്ങനെ പറയാങ്ങൾ, ഇവൻ പറഞ്ഞ ഒന്നും കഴിക്കൂല സാറേ എന്ന് പറയും. ഒന്നും കേൾക്കൂല. ഏത് കുട്ടിയും കുറെയൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ പറയാനെന്താ? ഒന്നും കേൾക്കൂല. റോങ് ജനറലൈസേഷൻ. നിങ്ങൾക്കറിയോ, നമ്മളെ ഭാഷ ഒരുപാട് സംസ്കരിക്കാനുണ്ട്. യെസ്, വ്യക്തിത്വ വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ. ഭാഷ വഴി ഒരുപാട് വ്യക്തിത്വ വികസനത്തിൻ്റെ അംശങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ കൃത്യമായ വാർത്താവിനിമയം നടത്തൂല. ചിലപ്പം ഉചിതമായ വാക്കുകളായിരിക്കില്ല പറയുന്നത്. ഇതൊക്കെ നമ്മൾ സമൂഹത്തിന് പകർത്തുന്ന തെറ്റായ ഭാഷാ ശൈലികളാണ്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. കാരണം മറ്റേ പരിപാടി കഴിഞ്ഞു. യെസ്, അതാ മാമല ആദമിയും മിമ്പത്തിനെയാണ് ജസാക്കള്ള ഹദീസ് ഒന്നാണ്ടിലാണ്. പെട്ടെന്ന് പോവുകയും ചെയ്തു.
ഈ കഴിയൂല എന്ന് ധരിക്കുന്നവർ എല്ലാം കഴിയുമെന്ന് ഞാൻ പറയുന്നത് അതാ മാമലാദമി വ്യാശകം ഇമ്മത്തിനും വ്യാസിലാണ് അതുണ്ടോ കുറച്ച് ഭക്ഷണം മതിയും യെസ് വ്യക്തമായിട്ടതാ പറയുന്നു ശരിക്കും മൂന്നിലൊന്ന് കാലിയാക്കുന്ന എന്താ ശ്വാസോച്ഛ്വാസം നടക്കണമെങ്കിലും ദഹനം നടക്കണമെങ്കിലും കുറച്ച് കാലി സ്ഥലം അവിടെ വേണം യെസ് ആധുനിക മെഡിക്കൽ സയൻസ് വരെ പറഞ്ഞ കാര്യമാണിത് ഇസ്ലാമിക മെഡിക്കൽ സയൻസ് ഇതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് തിബുൻ നബി നമ്മൾ പഠിക്കേണ്ടതാണ് നമ്മളിതൊക്കെ പറയാന്നുള്ളത് നമ്മൾ സാധാരണ മെഡിസിന്റെ പിന്നാലെ പോവുക ചെയ്യാം മെഡിസിൻ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ തിബുൻ നബി വളരെ അധികം ഫലിക്കണമല്ലോ വിശ്വാസത്തോടു കൂടി ചെയ്യാമെങ്കിൽ പക്ഷെ ചെയ്യുന്നുണ്ടോ നമ്മൾ തേനിന്റെ പ്രാധാന്യം കരിഞ്ചീരത്തിന്റെ പ്രാധാന്യം ഫാത്തിഹ സൂറത്തിൽ എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട് എൻ്റെ അടുത്തേക്ക് കൗൺസിലിംഗ് വരുന്ന ആളുകളിൽ ദീനീബോധമുള്ളവരാണെങ്കിൽ ഞാൻ അവർക്ക് ഖുർആൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് ഏതാണ്ട് ആളെ നോക്കിയിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ജനമാണ് എന്ന് തോന്നിയാൽ മിക്കവാറും ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു മേഖലയാണ് തിബുൻ നബി ഗൾഫിലുള്ള ആളുകൾക്ക് അറിയാം തിബുൻ നബിയുടെ ഒരുപാട് പുസ്തകങ്ങൾ ലഭ്യമാണ് ആരോഗ്യത്തിൽ ഇത് വളരെ പ്രധാനം ഇപ്പോൾ ഓരോരോ രോഗത്തിന് വേണ്ടി ഇത് വരക്കാൻ പറഞ്ഞില്ലേ പനിക്കുള്ള ദുആ പറഞ്ഞിട്ടുണ്ട് വേദനയ്ക്കുള്ള ദുആ പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകങ്ങൾ നിങ്ങൾ ഗൾഫിലാണെങ്കിൽ ഉണ്ട് കേരളത്തിലും ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇസ്ലാമിക മെഡിക്കൽ ചിന്തകൾ എന്നൊക്കെ പറയുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇനി പുസ്തകം നല്ലത് കിട്ടണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബുക്ക് സ്റ്റാളിൽ കയറുന്ന ഒരു ശീലം ഉണ്ടാക്കണം നാളെ ബുക്ക് നല്ലത് കിട്ടുമ്പോൾ ബുക്ക് ഫെയർ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ ബുക്കിൽ നിന്ന് കയറി ഇറങ്ങാം അപ്പോൾ ആവശ്യമുള്ള ബുക്കുകളൊക്കെ നമുക്ക് കിട്ടും ഞാൻ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് പെറുക്കി ഇങ്ങനെ പറയാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഇന്നിപ്പോൾ എപ്പോഴും നമ്മളെ ഈ സുഖത്തൊന്നും നമ്മൾ വിടൂല കേട്ടോ നമ്മളിപ്പം എന്നുള്ള ശീലത്തിൽ നിന്ന് മാറില്ല നിലവിലുള്ള ശീലത്തിൽ നിന്ന് മാറാതെ പുരോഗതി സാധ്യവും അല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്കുള്ള പല ശീലങ്ങളും നമുക്ക് ഗുണമുള്ളതല്ല നമ്മൾ മനസ്സിലാക്കണം ശീലം ഒരു മനഃശാസ്ത്ര വിഷയമാണ് ഞാൻ 5 മിനിറ്റ് കൊണ്ട് നിർത്തും ഒരു അസർവാൻ കൊടുത്തു ഇൻഷാ അല്ലാഹ് സൗകര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ഇസ്ലാമിക പേഴ്സണാലിറ്റി ടെസ്റ്റ് വേണമെങ്കിൽ നടത്താം ഏകദേശം ഒരു 4:30 മണിക്ക് അപ്പോൾ പ്രോഗ്രാം എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ നടത്തേണ്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ ഇപ്പോൾ എനിക്ക് വിവരം തരാം അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറയാം ഇസ്ലാമിക് പേഴ്സണാലിറ്റി ടെസ്റ്റ് അത് നിങ്ങൾ പേനയും കടലാസും എടുത്തിരുന്നു കൊണ്ട് ചെയ്യേണ്ടതാണ് നമ്മൾ കേൾവി തന്നെ പോരാ ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ദുആ എടുക്കുക ഇൻഷാ അല്ലാഹ് 4:30 അല്ലെങ്കിൽ അതിന് ശേഷമോ നമ്മൾ 7 മണിക്കാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ടാവാറുള്ളത് ഇൻഷാ അല്ലാഹ് അതും ആലോചിക്കാവുന്നതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്നുകിൽ എനിക്ക് വിളിക്കാം